വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ മൃഗീയ പീഡനത്തിന് ഇരയായെന്ന സഹപാഠികൾ റിപ്പോർട്ടറിനോട്. ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും പങ്കുണ്ടെന്ന് കാണിക്കുന്ന ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. ഓഡിയോ സന്ദേശം കുടുംബം പോലീസിന് കൈമാറി. അതേസമയം കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും കുടുംബം പറയുന്നു. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഇന്ന് പുറത്തുവന്ന സിദ്ധാർത്ഥിന്റെ സഹപാഠിയുടെ ശബ്ദ സന്ദേശം. മൃഗീയമായിട്ട് അവന് പട്ടിനെ തല്ലണം, അത് അവനെ തല്ലിയിട്ടുള്ളവര് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടുന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. SFI ക്യാമ്പസിൽ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധ കാര്യങ്ങളെന്ന് സീനിയർ വിദ്യാർത്ഥിനിയുടെയും പ്രതികരണം. കോളേജിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അത് അവരവിടെ ഭീഷണി കൊണ്ടും ഏകാധിപത്യം കൊണ്ടും തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ ഈ ക്യാമ്പസിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി നാട്ടാന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന്. അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയായിരുന്നു. ഓഡിയോ സന്ദേശം കുടുംബം പോലീസിന് കൈമാറി. സിദ്ധാർത്ഥൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, സിദ്ധാർത്ഥനെ കൂട്ടുകാരെല്ലാവരും കൂടി ചെയ്യിച്ചതാണ്. എന്നെ വിളിച്ച് സംസാരിച്ചാണ്. ആരാണെന്നൊന്നും എനിക്കറിയില്ല. അത് അവർ സേഫിന് വേണ്ടി അവരൊക്കെ ആരെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറെ DYSP സാറിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം. ഗവർണർ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ CBIയിലോട്ട് പോവുക, കേന്ദ്ര ഏജൻസിയിൽ അങ്ങോട്ട് പോവുക. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു നിന്നവരും കുറ്റക്കാരാണ്. എൻ്റെ കണ്ണിൽ അവരും കുറ്റക്കാരാണ്. എന്തായാലും ഞങ്ങൾ നീതി ലഭിക്കുന്നവരെ പോരാടാൻ തീരുമാനിച്ചു. മറ്റൊരു മകനും ഈ സ്ഥിതിയില്ലാതിരിക്കാൻ നീതി കിട്ടും വരെ പോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.